Hi everyone, this is Abin from Everything You Want to Know About Apple. അങ്ങനെ WatchOS 8.4.1 റിലീസായേക്കാണ്. അത് ഏകദേശം വന്നിരിക്കുന്നത് 63 MBയിലാണ് ആപ്പിൾ വാച്ച് സീരീസ് 4ൽ വന്നിരിക്കുന്നത്. അത് പല ആപ്പിൾ വാച്ച് ഡിവൈസുകളിലും ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഇത് സീരീസ് 4 ഡിവൈസ് തൊട്ട് പൊക്കത്തേക്കുള്ള എല്ലാ ആപ്പിൾ വാച്ചിനും മാത്രമാണ് ഈ ഒരു അപ്ഡേഷൻ റിലീസ് ആയിട്ടുള്ളൂ. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഇപ്പോൾ ഓപ്പൺ ആണ്. അവിടെ എല്ലാവരും പോയി ജോയിൻ ചെയ്യുക. കാരണം ഇതേപോലുള്ള അപ്ഡേഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അവിടെയും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവുക. അവിടുന്ന് ജനറൽ എടുക്കുക. അവിടെ എബൌട്ട് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ അവിടെ കാണാൻ പറ്റും വേർഷൻ 8.4.1 19S550 എന്ന്. ഇതാണ് ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷൻ്റെ ബിൽ നമ്പർ. ഈ ഒരു ബിൽഡ് അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലേഷ്യയിൽ ECG ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പലർക്കും ബഗ് വരികയും ECG കട്ട് ഓഫ് ആയി പോവുകയും വരുന്നുണ്ട്. ആ ഒരു ബഗ് റിസോൾവ് ചെയ്യാൻ കൂടെയാണ് അവർ ഈ ഒരു അപ്ഡേഷൻ പെട്ടെന്ന് റിലീസ് ചെയ്തത്. അതുമാത്രമല്ല നമ്മുടെ 8.4 കഴിഞ്ഞ ആഴ്ചയാണ് നമുക്ക് റിലീസായത്. എന്നാൽ പോലും അതിൽ മേജറായിട്ടുള്ള അപ്ഡേഷൻ വന്നത് തേർഡ് പാർട്ടി ചാർജർ, അതായത് ആങ്കറോ സ്റ്റഫ് സ്കൂളോ അങ്ങനെ ഏത് ചാർജർ ഉപയോഗിച്ചാലും നമ്മുടെ ആപ്പിൾ വാച്ച് ചാർജ് കയറുന്നില്ല എന്ന പ്രശ്നമാണ് ആ ഒരു 8.4 റിലീസിൽ അവർ മാറ്റിയത്. എന്നാൽ കൂടെ പല വ്യക്തികൾക്കും നമ്മുടെ ഈ ഒരു ആപ്പിൾ വാച്ച് അങ്ങനെ ചാർജ് ഇപ്പോഴും കയറുന്നില്ല എന്നുള്ള പ്രശ്നം കൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ 8.4.1 എന്ന് പറഞ്ഞ അപ്ഡേഷൻ റിലീസ് ചെയ്തത്. കാരണം ഈ ഒരു അപ്ഡേഷനിൽ ആ ഒരു കംപ്ലൈൻറ്റ് മാക്സിമം അവർ റിസോൾവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എല്ലാ ആപ്പിൾ ഫ്രണ്ട്സും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 8.4 അല്ലെങ്കിൽ 15.4 അല്ലെങ്കിൽ 15.3 എന്ന് പറയുന്ന അപ്ഡേഷൻസ് റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെസിമലിൻ്റെ അപ്പുറത്ത് ഒറ്റ ഡിജിറ്റ് ആയിരിക്കും. പക്ഷേ ആ ഡെസിമലിൻ്റെ അപ്പുറത്ത് വേറൊരു ഡെസിമൽ, അതായത് ഇപ്പോൾ ഇറങ്ങിയ പോലെ 8.4.1 അങ്ങനെ പോയിന്റിന് ശേഷം പിന്നെയും ഒരു ന്യൂമറിക്കൽ നമ്പർ വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റേണ്ട ഏതെങ്കിലും ഒരു ബഗ് ഉള്ളതുകൊണ്ടായിരിക്കും അവർ അപ്പോൾ തന്നെ പുതിയൊരു അപ്ഡേഷൻ റിലീസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഫോണിലാണ്. നമ്മൾ ആപ്പിൾ വാച്ചിലേക്ക് പോവാം. അവിടെ നമ്മൾ ജനറൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൽ പോകുമ്പോൾ ഇപ്പോൾ നമുക്കൊരു പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നുണ്ട്. അതെന്താണ് പറയുന്നത് വെച്ചാൽ your Apple Watch is up to date with all the latest bug fixes and security enhancement. അതായത് ഇപ്പോൾ ഉണ്ടായ ഈ ഒരു കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ മൂട്ടകളൊക്കെ അവർ കൊന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു സെക്യൂരിറ്റി എൻഹാൻസ്മെൻറ്റും, അതായത് സെക്യൂരിറ്റി പാച്ചും അവർ ഈ ഒരു അപ്ഡേഷനിൽ തന്നിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു വേർഷനിൽ, അതായത് 8.4.1 നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള പെർഫോമൻസും അതേപോലെ ബഗ് ഫിക്സും പിന്നെ തേർഡ് പാർട്ടി ചാർജർ ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അത് ഉപയോഗിച്ച് തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അപ്ഡേഷനാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ കൂടുതലുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് ആപ്പിൾ വാച്ച് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ നൈസായിട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആപ്പിൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ടാകും. ഗോ ഫോളോ മീ ഇൻസ്റ്റാഗ്രാം. ആൻഡ് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഇപ്പോൾ ഓപ്പൺ ആണ്. അവിടെ എല്ലാവരും പോയി ജോയിൻ ചെയ്യുക. കാരണം ഇതേപോലുള്ള അപ്ഡേഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അവിടെയും കൊടുക്കുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഹോൾ വീഡിയോ. ദിസ് ഈസ് Abin Xavier signing from Everything You Want to Know About Apple.